ഹായ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ അങ്ങനെ അല്ല, പണ്ടത്തെ പോലെ അല്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞപ്പം മുത്തൂറ്റിൽ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഒരു 3 ദിവസമായി ട്രെയിനിങ്, നാളെയും കൂടി കൂട്ടിയിട്ട് 4 ദിവസം ട്രെയിനിങ് ആകുമ്പോൾ ടോട്ടല്. അപ്പം ഈ ഒരു ട്രെയിനിങ് സമയത്ത് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അടിപൊളി ട്രെയിനിങ് ആയിരുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യും. കാരണം നമ്മൾ നല്ലത് കണ്ടാലും നല്ല ആൾക്കാരെ പറ്റിയിട്ടും നമ്മൾ എവിടെയും നമുക്ക് ഓപ്പണായിട്ട് പറയാം. ഇപ്പം നമ്മൾ നെഗറ്റീവോ അല്ലെങ്കിൽ ഇപ്പോൾ ചീത്തകളെ പറ്റി പറയുമ്പോഴോ നമ്മൾ പേടിക്കേണ്ടേ ഉള്ളൂ. പേടിക്കേണ്ട മീൻസ് മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ അതൊക്കെ പോട്ടെ. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഞാനിപ്പം ജോലിക്ക് കയറിയെന്ന് വെച്ചിട്ട് കുറേ ഈ ജോലിക്ക് കയറുന്ന മുന്നേ തൊട്ടിട്ടേ കുറേ മെസ്സേജ് ആൾക്കാർ കമൻറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജോലിക്ക് കയറിയോ, എന്താണ് ജോബ്. അപ്പം നമ്മൾ ഒരു വീഡിയോയിൽ ആര്യപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഞാൻ മൊത്തത്തിലുള്ള വർക്ക് ചെയ്യാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ. പക്ഷെ എങ്കിൽ പോലും പിന്നെയും കമൻറ്റ് വന്നിട്ടുണ്ട് എന്താ ജോബ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു പക്ഷെ അത് നിങ്ങൾ വീഡിയോ കറക്റ്റ് കാണാത്തോണ്ടായിരിക്കും. പക്ഷെ ആരും കുറ്റം പറയില്ല കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ തന്നെ ആയിട്ട് പറയാം. ഞാൻ ഇപ്പം മുത്തൂറ്റിൽ വർക്കിന് കയറിയിട്ട് ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നിലവിലുള്ള ട്രെയിനിങ് ആണ് ഇപ്പം 4 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. ക്ലാസ് റൂം ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എറണാകുളത്ത് വെച്ചിട്ടാണ്, തൃപ്പൂണിത്തുറ വെച്ചിട്ടാണ് ആ ട്രെയിനിങ് നടക്കുന്നത്. അപ്പം ഞാൻ കറൻ്റ് ഇപ്പം തൃപ്പൂണിത്തുറയാണ് ഉള്ളത്. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ 3 ദിവസമായി, 4ാമത്തെ ദിവസമാണ് ഇപ്പോൾ ട്രെയിനിങ്. അതിലിപ്പം മുത്തൂറ്റിൽ എന്താ വർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ കാണുന്നതിൽ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഏകദേശം ഒരു 70% ആൾക്കാരും ലേഡീസ് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഗ്രൂപ്പ് ലോൺ അറിയാലോ. അതായത് ഇപ്പം ലേഡീസിന് കൊടുക്കുന്ന ഗ്രൂപ്പ് ലോൺ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സ്ഥലത്തിന് കൊടുക്കുന്ന ലോൺ, പ്രോപ്പർട്ടി ലോണ്, പിന്നെ അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ലോൺ. അങ്ങനെ ഈ കുറച്ച് സെക്ഷനിലേക്കാണ് ഇപ്പം ഞാൻ വർക്കിന് കയറിയിട്ടുള്ളത്. അതിൽ ആറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ്. ആറോ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓഫീസർ. ഐ മീൻ ഓഫീസർ എന്നൊക്കെ പറയുമ്പം അത് പോസ്റ്റ് മാത്രമേ പറഞ്ഞിട്ട്. അപ്പം വലിയ സംഭവം പറയുന്നില്ല. സാധാരണ ക്വാളിഫിക്കേഷനൊക്കെ നോർമൽ തന്നെ. അപ്പം നമുക്ക് ആർക്കും വലിയ സംഭവമാക്കൊന്നുമല്ല. ലോൺ ചെയ്യണം, അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലോണ് മറ്റേ ഫണ്ടിൻ്റെ കാര്യത്തിന് വിളിക്കേണ്ടി വരും, ചിലപ്പോൾ ഫണ്ട് എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മളൊരു ഫിനാൻസ് സ്ഥാപനമാകുമ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പം വർക്ക് കയറിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പം ഇനി ആർക്കും ഡൗട്ടില്ലല്ലോ. അപ്പം ഞാൻ എന്ത് വർക്കാണെന്നോ ഒന്നും ഡൗട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ മുത്തൂറ്റിലാണ്. അപ്പോൾ എവിടെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എരുമപ്പെട്ടിയാണ്, തൃശ്ശൂരാണ് വർക്ക്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് തൃശ്ശൂർ വർക്കിന് കയറിയത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ തന്നെ പറയാം. കാരണം ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം ഞാൻ എപ്പോഴും വന്നിട്ട് വളവളാന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം എന്താ പറയുക, നമ്മൾ സിമ്പിൾ. ഞാൻ ലാസ്റ്റ് തന്നെ ഒരു ലോങ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ എൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയും. എനിക്ക് ഹാർട്ട് നല്ല ഫീലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഫീലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. കാരണം ഒന്നുമില്ല, നമ്മൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നൊക്കെ ഉള്ളത് ഒരു സോഷ്യൽ മീഡിയ. കുറേ വർഷങ്ങൾക്ക് മുന്നൊന്നും ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സംഭവത്തിൽ എല്ലാവരും വലിയ സംഭവമായിട്ട് കയറിയിരിക്കലൊന്നുമില്ല. ഇപ്പം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു ഫ്രീ ടൈമിൽ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഒക്കെ യൂസ് ചെയ്ത് എല്ലാവർക്കും സെറ്റായി. അപ്പം ഞാൻ ഈ യൂട്യൂബിൽ ഇപ്പം ഞാനിപ്പോൾ ആര്യമാണ്. ഇപ്പം ഞങ്ങളുടെ ചാനലിൽ ഇപ്പം ഞങ്ങൾ വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്നത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോൾ ട്രെയിനിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് പോലും എന്നോട് അത്രയ്ക്കും വന്നിട്ട് സംസാരിച്ചിട്ട് സ്നേഹത്തോടുകൂടെ വന്ന് സംസാരിച്ചതും അങ്ങനെ സ്നേഹത്തോടു കൂടി ഒരുപാട് ആൾക്കാർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു വ്ളോഗ് ഇടുക, ഒരു ഷോർട്സ് ഇടുക, അതിലൊക്കെ മാക്സിമം പോസിറ്റീവായിട്ട് നിൽക്കാനാണ് എനിക്കും ആഗ്രഹം, അതേപോലെ തന്നെ ആയിരിക്കും ആഗ്രഹം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആര്യനോട് പറഞ്ഞ്, ആദർശേട്ടാ വേണം വീഡിയോ ചെയ്യണം, നമുക്ക് നമ്മളെ കാര്യം നോക്കി പോയാൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് ഞാനാണ് പറഞ്ഞത്. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ വിഷമങ്ങളുണ്ട്. അപ്പം ഞാനതൊക്കെ എല്ലാം മാറ്റി നിർത്തി ഞാനിപ്പോൾ ഫാമിലി ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആളെ ലൈഫിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ നെഗറ്റീവാണ് ഇടുന്നതെങ്കിൽ ആളെ ലൈഫിലേക്ക് ഈ നെഗറ്റീവിന് ചെറിയൊരു പാർട്ടെങ്കിലും പോകും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പോസിറ്റീവായിട്ട് വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ, അതേ ചെയ്യുള്ളൂ. പക്ഷേ ഇത് എനിക്കൊരു വല്ലാത്തൊരു ഫീലായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇവിടേക്ക് ക്ലിയർ ആക്കാൻ എനിക്കൊരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഓക്കെ ഗൈസ്, അപ്പം
എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കോഴിക്കോട് വീട് വിറ്റോ? ആ ചോദ്യം എന്ന് തൊട്ടാ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് ഇന്ന് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ എനിക്ക് 10 മണിക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം 5 മണിക്കാണ് ട്രെയിനിങ് കഴിയുക. ഇതിൻ്റെ ഇടയിൽ എനിക്ക് വല്ലാണ്ട് ഫോണിൽ മെസ്സേജ്, കമൻറ്റ്, പേഴ്സണൽ മെസ്സേജ് ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ ആരും പേഴ്സണൽ മെസ്സേജ് ഒന്നും എടുത്ത് കാണിക്കാനോ അല്ല കമൻറ്റ് എടുത്ത് കാണിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ വന്നിട്ടുണ്ട്. ഈ വന്നതിൽ കോഴിക്കോട് വീട് വിറ്റോ എന്നൊക്കെയുള്ളൊരു കാര്യം ചോദിച്ചിട്ടോ ഗൈസ്. അപ്പോൾ കോഴിക്കോട് വീട് വിറ്റോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ. കോഴിക്കോട് വീട് കൊടുത്തിട്ട് തന്നെ ഇപ്പം കുറേ മാസമായി. കുറേ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡേറ്റ് ഒക്കെ വേണേൽ നോക്കിയിട്ട് പറഞ്ഞുതരാം, നമുക്ക് അതിൻ്റെ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് വെച്ചാലോ, ഇപ്പം ഇന്നെയാണെങ്കിലും ആര്യനാണെങ്കിലും സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആരുടെ മുന്നിൽ ഒരിക്കലും നമുക്ക് ഈ നെഗ് ഫേസ് വെക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ കമന്റ് ഇടുന്നവർക്ക് എന്ത് വേണേലും ഇടാം. ഇപ്പൊ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടുന്നവർക്ക് ഓക്കെ, അല്ലാണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇടുന്നവരെല്ലാവരെയും വായടുപ്പിക്കാൻ നമുക്ക് പറ്റില്ല. സ്നേഹം കൊണ്ട് പറയുന്നത് ഓക്കെ, അല്ലാണ്ട് ഇപ്പം കുനിഷ്ട് വെച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അപ്പൊ കോഴിക്കോട് വീട് വിറ്റത് ഓൾമോസ്റ്റ് കുറേ മാസമായിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ മാസമായിട്ടുണ്ട്. അതിന് ഡേറ്റ് വേണമെങ്കിൽ ഇപ്പം നമ്മൾക്ക് വീട് വിൽക്കാൻ വിചാരിച്ചതിൻ്റെ ഡേറ്റോ അല്ലെങ്കിൽ അഡ്വാൻസ് വാങ്ങിയ ഡേറ്റോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡേറ്റോ എന്ത് വേണമെങ്കിലും ഞാൻ വേണമെങ്കിൽ കാണിച്ചത്, എനിക്ക് അതിൻ്റെ ഒരു കുഴപ്പമില്ല. അതിൽ ആദ്യം ഞാനൊരൊറ്റ കാര്യം പറയാം. ഇപ്പം എൻ്റെ ചേച്ചീൻ്റെ ഡെലിവറീൻ്റെ സമയമായിട്ടുണ്ട്. ഓള് കൺസീവ് ആവുന്നതിന് മുന്നേ വീട് വെക്കാനുള്ള പ്ലാനും അതിൻ്റെ അഡ്വാൻസും വാങ്ങിയിട്ടുണ്ട്. അതിനിപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും എന്താ പറയാണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ അത് വേണേൽ തെളിവടക്കം കാണിച്ചത്. കാരണം നമ്മളെ കരിവാരി തയ്ക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാന്നുള്ളൊരു ചിന്താഗതി എല്ലാവരും ഒഴിവാക്കുക. കാരണം എല്ലാവരും ജീവിക്കുന്നത് അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാണ്ട് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ആരെയും മനസ്സുകൊണ്ട് പോലും വാക്കുകൊണ്ട് പോലും വെറുപ്പിക്കാണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഗൈസ്. അപ്പം ഈ വീട് വിറ്റതിന് കുറേ കാരണങ്ങളുണ്ട്. പക്ഷെ എല്ലാ കാരണങ്ങളും ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി അധികം ഔട്ടാക്കിയാൽ ഒരു പക്ഷേ എന്താ പറയുക, ഞാൻ സേഫാവും. ഞാൻ സേഫാവും എന്ന് പറഞ്ഞാൽ എനിക്കിതിലിപ്പോൾ ഞാൻ എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് കുറേ വാവിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടി സേഫ്റ്റി ആലോചിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നമ്മളെ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കണമെന്ന്. കാരണം നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഇന്ത്യ ആര്യൻ്റെയും കുട്ടീൻ്റെയും ലൈഫിൽ എന്തൊക്കെയാണ് അത് മാത്രം നമ്മൾ വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ടൈം ഓക്കെ. അപ്പം ഈ വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ ഭാഗം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഗൈസ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മളൊരു ഫാമിലി മീൻസ് ഇപ്പോൾ എന്താ പറയുക, ഇപ്പം എൻ്റെ ഫാമിലിയിൽ ആദ്യം തൊട്ടിട്ട് അച്ഛൻ, അമ്മ, ഞാൻ, ചേച്ചി, അച്ഛനും നമ്മളെ കൂടെയായിരുന്നു. അച്ഛനും നമ്മളെ ഹെഡ് എന്ന് പറഞ്ഞാൽ വീടത്തെ എല്ലാം. ഇപ്പം ഇങ്ങനെ ജീവിച്ചു വന്ന ഒരു ഫാമിലിയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഈ ഒരു ഓൾറെഡി അറിയാലോ, അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. ഇപ്പം അച്ഛനും നമ്മളെ കൂടെ അച്ഛൻ കുഴപ്പമില്ല. അച്ഛൻ വലിയച്ഛനൊപ്പം ഹാപ്പിയാണ്, അല്ലെങ്കിൽ സന്തോഷമേ ഉള്ളൂ, അത്രയും സന്തോഷം. ഇങ്ങനെ ഈ ഫാമിലി ആയിട്ട് ജീവിച്ച് പോയി. ഇപ്പോൾ ഓൾറെഡി അറിയാലോ, ഇപ്പം അമ്മേൻ്റെ മാരേജ് കഴിഞ്ഞ് അമ്മ ഇപ്പം നമ്മളെ കൂടെയല്ല, പത്തനംതിട്ടയാണ്. ഇപ്പം എൻ്റെ വൈഫ്, അതായത് ആര്യപ്പ പ്രഗ്നൻ്റ് ആവുന്ന സമയത്തിൻ്റെ മുന്നേ അമ്മ പത്തനംതിട്ടയാണ്. ഇപ്പോൾ ആര്യ കൺസീവ് ആയ സമയം തൊട്ടിട്ട് നമ്മൾ സാധാരണ വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മാസം നിങ്ങളോട് ആരോടും പറഞ്ഞില്ല കൺസീവ് ആയ കാര്യം. ആ സമയത്ത് ആര്യനെ ഞാൻ തൃശ്ശൂർ കൊണ്ടുവന്നാക്കി. അതായത് തൃശ്ശൂർ കൊണ്ടുവരാക്കല്ലാണ്ട് വേറെ ഇല്ല. കാരണം കോഴിക്കോട് ഞാനും ആര്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കോഴിക്കോട് ഒരുപാട് മാസം ഞാൻ കോഴിക്കോട് നിന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ആ നിന്ന സമയത്ത് ഞാനൊരു നേരത്തെ ഭക്ഷണത്തിനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പനിച്ചിട്ട് കുറേ ദിവസം അത്രയും വയ്യാതെ നിന്നിട്ട് പിന്നെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടിട്ടും അങ്ങനെ ഒരുപാട് നിന്ന സമയമുണ്ട്. ആ നിന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇപ്പോൾ അമ്മ കല്യാണം കഴിച്ച് പോയ സമയത്ത് ഞാൻ എൻ്റെ വൈഫിനെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കോഴിക്കോട് കൊണ്ടുവരാൻ വിചാരിക്കാം. ഇപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനും ആര്യയും കുട്ടിയും മാത്രമുള്ളൊരു വീടാണ്. ഇപ്പം എനിക്ക് ജോലിക്ക് പോകണം. ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കൂടെ നിൽക്കാൻ ഒരാളെങ്കിലും ആ വീട്ടിൽ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ ജീവിക്കുക? ജസ്റ്റ് നിങ്ങളെല്ലാവരും ചിന്തിച്ചു പോകട്ടോ. ഇതിപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വീട് വിറ്റിട്ട് കുറേ മാസങ്ങളായി, പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കണ്ണീരും കടലോ ഒന്നും ഞാൻ അവിടെ വന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവം
ഒരുപാട് സങ്കടങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും കുറച്ച് സന്തോഷങ്ങൾ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷത്തിൽ ജീവിക്കുക വെച്ചിട്ടേനും. അപ്പോൾ എന്താ ചിലപ്പോൾ ഞാനും ആര്യയും കുട്ടിയും മാത്രമുള്ള കോഴിക്കോട് ഒരു വീട്ടിൽ ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എനിക്കൊരു ഇപ്പം ഓൾറെഡി ഞാൻ ഇപ്പോൾ ട്രെയിനിങ്ങിലാണ് പറഞ്ഞില്ലേ, ഈ ഒരു 3-4 ദിവസത്തെ ട്രെയിനിങ് ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് കോഴിക്കോടേക്ക് ആലോചിച്ച് നോക്കുക, 100-100 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആര്യൻ്റെ അമ്മയും അച്ഛനും വന്നിട്ട് കോഴിക്കോട് 4 ദിവസത്തേക്ക് നിൽക്കുക. അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും അവർ നമുക്ക് എന്താ പറയുക എത്ര കണ്ടിട്ടാണ് ബുദ്ധിമുട്ടിക്കുക, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നമ്മളെന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ, പിന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാർട്ടീഷൻ, വീടിൻ്റെ പാർട്ടീഷൻ എന്തായാലും നടക്കണേനും അത് നടക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ചേച്ചിക്ക് ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് ഇപ്പം എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് വിശദീകരിക്കാൻ ഓൾക്ക് ഇപ്പം അത്ര കൊടുത്ത് ഇത്ര കൊടുത്ത് ഓൾക്ക് അങ്ങനെ എങ്ങനെയെന്നൊന്നും പറയാൻ ഞാൻ വരില്ല കേട്ടോ. എന്താ പറയുക, ഓൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മൾക്ക് ഈ വീടിൻ്റെ അവകാശത്തിൽ ഓൾക്കും ഒരു ഷെയർ ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. ഓൾക്കുള്ള ഇതൊക്കെ കൊടുക്കുക. അതിപ്പോൾ കൊടുത്താലോട്ട് ക്ലിയർ ആയിട്ട് പോയി. ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ നിലവിൽ ഇപ്പോൾ ജീവനോടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ലോ, ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഈ ഭൂമിയിലില്ലെങ്കിൽ പിന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൻ്റെ ഷെയറും അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥലമോ എന്തോ മുമ്പൊക്കെ നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ കുട്ടിക്ക് നാളേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് ഇപ്പം ചേച്ചിക്ക് കൊടുക്കാനുള്ളതോ ഇപ്പം അമ്മയ്ക്ക് കൊടുക്കാനുള്ളതോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോകണം. എന്നാലേ നമുക്കിപ്പോൾ എന്താ പറയുക, കുഞ്ഞു വീടാണെങ്കിൽ കുഞ്ഞു വീട് ഉണ്ടാക്കി അത് നമ്മളെ കുട്ടിക്ക് സേഫ് ആക്കിയിട്ട് വെച്ചിട്ട് ജീവിച്ചിട്ട് നമ്മൾ കാര്യമല്ലോ. ഞാൻ മുന്നോട്ട് അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. ആരും ബുദ്ധിമുട്ടിക്കാണ്ട് മുന്നോട്ടുള്ള ഒരു കാര്യത്തിലും ആരും ബുദ്ധിമുട്ടിക്കാണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് എന്താ പറയുക. ഇപ്പം ഞാനിപ്പോൾ പാർട്ടീഷൻ്റെ കാര്യത്തിൽ ഓക്കെ സംഭവം എന്താ വെച്ചാൽ, ഇപ്പം എനിക്ക് പാർട്ടീഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കെ, ഇപ്പം എന്താ പറയുക, ആ കോഴിക്കോട് വീട് എല്ലാവർക്കും അറിയാം, അത്യാവശ്യത്തിന് ഒരു 5 റൂമുള്ള വീടാണ്. 5 റൂമുള്ള വീട്ടിൽ ഇപ്പം ഞാൻ ജീവിക്കുന്നുണ്ട്, ഇപ്പം എൻ്റെ കുട്ടി ജീവിക്കുന്നുണ്ട്, ആര് ജീവിക്കുന്നു, 3 പേര് ആ വീട്ടിൽ ഉണ്ടാവുള്ളൂ. ഇപ്പം ഈ കാണുന്ന അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒരു വെക്കേഷൻ ടൈമിൽ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 1 മാസം 2 മാസം വന്നോട്ടെ ഒരു വന്ന് പോകുന്ന സമയത്തെ ഒരവിടെ ജീവിക്കുന്നുള്ളൂ. ഈ അല്ലാത്ത അത്രയും കാലം ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ സിറ്റുവേഷനിൽ ഇപ്പം എന്താ പറയുക, ഇപ്പം എനിക്കൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും എവിടെയും പുറത്ത് പോകണമെങ്കിൽ പോലും ഞാൻ ഇപ്പം എൻ്റെ വൈഫ് ഹൗസിലാക്കിയിട്ട് പോകാൻ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ജനറേഷൻ നമ്മളെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. കാരണം സ്നേഹിക്കാൻ അറിയുന്ന കുട്ടികൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം ഇന്നത്തെ കാലത്ത്. പിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താ പറയുക, ഇപ്പം എൻ്റെ കുട്ടീനെ എനിക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒതുങ്ങുന്ന രീതിക്ക് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് വളർത്തണം എന്ന് അത്രയ്ക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ എനിക്കിപ്പോൾ വീട്ടിലിപ്പോൾ ആര്യ മാത്രമേ ഉള്ളൂ, ഞാൻ കുട്ടിയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇന്നെ ആര്യനെയും കണ്ടിട്ട് മാത്രം കുട്ടി വളരണമെന്ന് ഞാൻ ചിന്തിക്കില്ല. ഇപ്പം എനിക്കൊരു ഇപ്പം എന്താ പറയുക, റീനമ്മ അപ്പം കോഴിക്കോട് വന്നിട്ട് ഇപ്പം എൻ്റെ കൂടെ കൊല്ലങ്ങളോളം നിൽക്കാനോ അല്ലെങ്കിൽ മാസങ്ങളോളം നിൽക്കാനോ പറ്റൂല. അപ്പം ആ ഒരു വശം നമ്മൾ ചിന്തിക്കണ്ടേ. ഇപ്പം വീടിൻ്റെ ഷെയറിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ 4-1 ചേച്ചിക്ക് കൊടുത്തില്ല, 3 എനിക്ക് സംഭവം ഓക്കെ. എന്നാൽ ചേച്ചിക്ക് എന്താ പറയുക, ഇപ്പോൾ ഓൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് ഓൾ ജീവിക്കട്ടെ. ഓൾക്കോള് എന്താ പറയുക, ഇപ്പോൾ 2 കുട്ടികളായി, ഇപ്പം 3ാമത്തെ കുട്ടി ഇപ്പം ഡെലിവറി ഇപ്പം അടുത്തുണ്ടാവും. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിട്ട് നല്ലോണം ജീവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത്ര തന്നെ എപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഓൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ എവിടെയും വന്നിട്ടൊരു കഥ പറഞ്ഞിട്ടോ കച്ചറുണ്ടാക്കിയിട്ടോ ഒന്നുമില്ല. കാരണം നമ്മളൊരു എല്ലാവരും ഇപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കുടുംബം. അപ്പം അതുകൊണ്ട് തന്നെ ഓള് നല്ലോണം ജീവിക്കട്ടെ. ആ കൂട്ടത്തിൽ ഓൾക്കൊപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കാണ് അച്ഛനും അമ്മയും, അതായത് അച്ഛനാണെങ്കിലും അച്ഛമ്മയാണെങ്കിലും അമ്മമ്മ അമ്മച്ചൻ എല്ലാവരും ഉള്ള സമയത്ത് കെട്ടിച്ചു വിട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം എന്താ പറയുക, ഈ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ 4-1 ഞാൻ കൊടുത്ത് സംഭവം ശരിയാണ്, നല്ലൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെ പറയട്ടെ, അങ്ങനെ പറയല്ല, ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മളെ കോഴിക്കോട് വീട് പെട്ടെന്നുള്ള അർജൻ മീൻസ് പെട്ടെന്നുള്ളൊരു കച്ചവടം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കച്ചവടം. നമുക്ക് അവിടെ എത്ര കിട്ടുന്ന പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാണ്ടുള്ളൊരു കച്ചവടം. ആ കച്ചവടത്തിൽ നിങ്ങളോട് ഞാൻ പറയാം, ഞാനിപ്പം ഓൾറെഡി സ്ഥലം എടുത്ത് ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം എടുത്ത്, അത് തൃശ്ശൂരാണ് ഞാൻ സ്ഥലം എടുത്തത്. തൃശ്ശൂർ എരുമപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലം എടുത്തത്. പക്ഷേ ഈ എരുമപ്പെട്ടി സ്ഥലം എടുത്തതിൽ എനിക്കിപ്പോൾ ഈ 3-ൽ അതായത് 4-1 ചേച്ചി കൊടുത്താൽ 3, അതായത് 75% എനിക്ക് കിട്ടിയെന്ന് പറയുന്നില്ല. ഈ 75ൻ്റെ പകുതി, അതായത് എനിക്ക് കിട്ടിയതിൻ്റെ
പകുതിയോളം ഞാൻ സ്ഥലത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൂടെ സ്ഥലം നോക്കിയെടുക്കണമല്ലോ. അത്യാവശ്യം കുഴപ്പമില്ല സ്ഥലം എടുത്തിട്ടുണ്ട്. അതിലിപ്പം ഞാൻ ആ വീട് കൊടുക്കുന്ന അറിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് കുറേ പാപ്പന്മാർ വലിയച്ഛന്മാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആ വീട് ഇപ്പോൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്കൊരു വീട് ഉണ്ടാക്കാൻ പറ്റൂല. പല സമയത്ത് പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പം എനിക്കറിയാം. കാരണം നമ്മളൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്ട് കൊടുക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പൈസ ഇപ്പം എനിക്ക് കിട്ടിയ പൈസയിൽ പകുതി സ്ഥലത്തിന് തന്നെ കൊടുത്തേക്കുന്നു. പകുതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പകുതി സ്ഥലത്തിന് കൊടുത്താലും വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറഞ്ഞതൊരു 15 ലക്ഷം ഉറുപ്പ്യെങ്കിലും എനിക്ക് കടം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അത് ഒന്നും ഞാൻ പറയാം, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ യൂട്യൂബിലേക്ക് എടുത്തിടാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ ജീവിച്ചു പോകാച്ചിട്ടാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഈ എല്ലാവരും ചിന്തയിൽ ഇപ്പോൾ എന്താ പറയുക, വീട്ടിൽ നിന്ന് പാർട്ടീഷൻ വാങ്ങി കോടികൾ കൊണ്ട് പോയിട്ട് ഞാൻ ഇപ്പോൾ വീടുണ്ടാക്കുകയാണ് അല്ലെ സ്ഥലം വാങ്ങാനുള്ള ചിന്ത നിങ്ങളുടെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു EMIs ഉണ്ട്. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലേക്കും അത്യാവശ്യം നമ്മൾ കടബാധ്യതയും ഒക്കെ എടുത്തിട്ട് അപ്പോൾ ആര്യൻ്റെ കുറച്ച് സ്വർണം കൊടുത്താലും കുറച്ച് EMI ഒക്കെ ആക്കിയിട്ടൊക്കെ തന്നെ നമ്മൾ വീടുണ്ടാക്കുന്നത്. അല്ലാണ്ട് എല്ലാം നമ്മളെ കയ്യിലായിട്ട് ഒന്നുമല്ല വീടുണ്ടാക്കുന്നത്. അപ്പോൾ ഷെയറിൻ്റെ കാര്യത്തിൽ ഇനി ആർക്കും ഡൗട്ടില്ലല്ലോ. കാരണം നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതിൽ ഷെയറിൻ്റെ കാര്യത്തിലൊന്നും ആരും അടിയും പിടിയും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ ഇപ്പം അമ്മേനോടോ അല്ലെങ്കിൽ ഇപ്പം ചേച്ചീനോടോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം, കുറച്ച് നമ്മൾ ചൊറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്ന് ക്ലിയർ ആയി കൊടുക്കച്ചിട്ട് ഷെയറിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞു കേട്ടോ. എനിക്കിപ്പോൾ ഈ അമ്മയോടോ ചേച്ചീനോടോ ഒന്നും ആരോടും ദേഷ്യമൊന്നുമില്ല. കാരണം ഓൽക്കോലെ ജീവിതമുണ്ട്. അങ്ങനെ ഒരു ജീവിതം ഉണ്ടായതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇങ്ങനെ തന്നെ ആയത്. കാരണം ഇപ്പോൾ ചേച്ചീൻ്റെ ജീവിതം, ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഫാമിലി ഉണ്ട്, ഓലൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മ ഇപ്പം രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അമ്മയ്ക്ക് ഒരു ഫാമിലി അവിടെ ഉണ്ട്, അമ്മ അതിൽ ജീവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് എന്താ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ദൈവം എന്താ പറയുക, ഒരു അങ്ങനെയല്ല, ദൈവം ഇതേപോലെ തന്നെ ഞാൻ മരിക്കുന്ന വരെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം അത്രയും ഞാൻ എന്താ പറയുക, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്നെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്കൊരു ഫാമിലിയും ദൈവം എനിക്ക് വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫാമിലീൻ്റെ കൂടെ എന്തൊക്കെയാണോ നമ്മളെ ഹാപ്പിനെസ് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മളെ ഫാമിലീൻ്റെ ഒപ്പം നിന്ന് പോവുക. അത്രയും എന്നെ സംബന്ധിച്ചിടത്തോട്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം ഈ ഷെയറും അതും ഇതും ഒന്നും നമ്മളെ ഈ ലൈഫിലേക്കുള്ള മാറ്ററല്ല. കാരണം നമ്മളിപ്പോൾ കോടികളുള്ള ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കോടികൾ അവിടെ അയാൾക്ക് യൂസ് അല്ലാണ്ട് പോയി. അത്രയ്ക്ക് തന്നെയുള്ളൂ ജീവിതം. ഞാനിപ്പം സംസാരിച്ച് തുടങ്ങുന്ന പോയിന്റും എൻഡിങ് പോയിന്റും ചിലപ്പം ഓരോ ചേഞ്ച് ആയിരിക്കും. ഇപ്പം എനിക്കത് സംഭവം എന്താ പറയുക, ഇപ്പോൾ ഓരോരുത്തർക്ക് ദൈവം ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് എല്ലാവരുടെ മുന്നിലും വല്ലാണ്ട് പ്രസൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക സംഭവമായിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്കില്ല. സംഭവം എന്താ വെച്ചാൽ ഞാൻ പണ്ടോട്ടേ സ്റ്റേജ് ഫിയറും അത്രയും നമ്മളെന്താ പറയുക, നമ്മൾ തുമ്പും പാലും ഇല്ലാണ്ടൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ്. എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വല്ലാത്തൊരു ശോകമായതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ പറയുന്നതുകൊണ്ട് ആരും ഞാൻ ഇത് ഇമോഷണലി ആക്കി സംഭവമാക്കി പറയുന്നില്ല. ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ ഉണ്ടല്ലോ അച്ഛൻ അമ്മ നമ്മളെ അച്ഛനമ്മ ഫാമിലി ആയിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. ആ ഫാമിലി എന്ന് പറയുന്നതിൽ ഞാനൊരു കാര്യം പറഞ്ഞത് അച്ഛനമ്മ എന്ന് മാത്രമല്ല കേട്ടോ, അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനുള്ള അത്രയും കാലം എനിക്ക് എന്തൊരു കാര്യത്തിലും അച്ഛൻ്റെ കൂടെ നിന്നുണ്ട്. അച്ഛൻ എന്താ പറയുക, ഇപ്പം അച്ഛൻ എല്ലാത്തിനും കൂടെ നിൽക്കില്ല. കാരണം അച്ഛൻ്റെതായ ഒരു പോളിസി ഉണ്ട്. അതിൽ അച്ഛൻ എൻ്റെ കൂടെ എത്രയ്ക്കും, അതായത് ഇപ്പോൾ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ അതിലേക്കൊരു ചെറിയ പൈസ എന്ത് വാങ്ങണം, ഇപ്പം പോട്ടെ ലാസ്റ്റ് ടൈം പോലും അച്ഛൻ എണീച്ച് നടക്കാൻ പറ്റുന്ന ഒരു സമയത്ത് പോലും പിന്നെ അച്ഛനെ ഇപ്പോൾ വേണ്ട ഞാൻ ആര്യനെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന സമയത്തുള്ള അച്ഛൻ വന്നിട്ട് ആര്യൻ്റെ കയ്യിൽ ഒരു 500 രൂപ മടക്കി കൊടുത്ത്, പൈസനാണ് കുറേ കേട്ടോ, 500 രൂപ മടക്കി കൊടുത്ത് സ്നേഹത്തോട്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടല്ലോ സേവിങ്സ് ഇതൊക്കെ തന്നെയുള്ളൂ. കാരണം നമ്മൾ കുറേ പണം സമ്പാദിച്ച് കുറേ സംഭവമാക്കി കരഞ്ഞ് മെഴുകിയിട്ടൊന്നും കാര്യമില്ല. ജീവിതത്തിലുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുക, ഞാനിപ്പം ഫാമിലി ഇല്ലാണ്ട് കോഴിക്കോട് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു കുഞ്ഞു ഫാമിലി, ഇപ്പം ആര്യൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്. ഞാനിപ്പോൾ തൃശ്ശൂർ ഒരു വീടുണ്ടാക്കി, എനിക്കൊരു 4 ദിവസം ഞാനൊന്ന് മാറി നിൽക്കണം. ആ സമയത്ത് എനിക്ക്
അച്ഛനോ അമ്മേനെയോ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുക അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്നതാണോ? അതായത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പറയും, ഞാൻ കോഴിക്കോട് നിൽക്കുന്നതാണോ തൃശ്ശൂർ നിൽക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? ചിന്തിച്ചു നോക്കിയാൽ മതി, ആലോചിച്ചിട്ട് പറയാം. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എൻ്റെ കുട്ടീൻ്റെ സേഫ്റ്റിയും അതേപോലെ തന്നെ ആര്യൻ സേഫ്റ്റിയും, നമ്മളിപ്പോൾ ഇന്നെ വിശ്വസിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരെ വേണം ഞാൻ നോക്കാൻ. ആ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു എന്നും ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ വേണം ചെയ്യാൻ. ആര്യൻ്റെ അച്ഛനമ്മേനെ പറ്റിയിട്ട് ഞാൻ സംഭവമാക്കിയിട്ട് പറയാനോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഓലതാക്കി പറയില്ല. ഓലൊരിക്കലും ഇന്ന് വരെ ആര്യാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എന്നോട് ഇന്ന് വരെ മോനെ കോഴിക്കോട് വിറ്റിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നു പറഞ്ഞിട്ടില്ല. എൻ്റെ മരിച്ചതിൻ്റെ അച്ഛൻ സത്യം ഞാൻ പറയാം പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു തീരുമാനം. കാരണം എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്താ പറയുക ഒരാള് നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടും ഒക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം എൻ്റെ കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനമാണ് ഞാൻ നേരെ കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ഒരാൾ നെഗറ്റീവായിട്ട് ഇനി കമന്റ് ഇടാനോ അല്ലെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് ഞാൻ പറഞ്ഞത് പോസിറ്റീവാണ് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ആരും അമ്മനെ കുറ്റം പറയുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടട്ടെ നമ്മൾ ആഗ്രഹിച്ചുള്ളൂ ഗൈസ്. അപ്പം ഈ ഷെയറും കാര്യങ്ങളും ഒന്നല്ല ജീവിതം. നമ്മൾ എങ്ങനെ ഇപ്പൊ ഇന്നൊരു ദിവസം നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്, നമ്മൾ എന്ത് ഹാപ്പി നമുക്ക് ഇന്നൊരു ദിവസം ഉണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതം. ആ ജീവിതത്തിൽ ഞാൻ സത്യമാട്ടെ ഈ ഷെയറും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആര്യ ഞാനും തമ്മിൽ അടി കൂടിയ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ ആര്യക്ക് വീടുണ്ടാക്കുന്നത് കോഴിക്കോട് പറ്റുള്ളൂ. എൻ്റെ അച്ഛൻ സത്യം ഞാൻ എനിക്ക് കഴിച്ചിട്ട് പറയുന്നത്. എൻ്റെ അച്ഛൻ സത്യമായിട്ട് പറയാം എന്താ പറയുക ആര്യനോട് പറഞ്ഞതെന്ന് വെച്ചാൽ കോഴിക്കോട് മതി. കാരണം നമ്മളെ കുടുംബം എല്ലാവരും അവിടെയാണ്. മീൻസ് എൻ്റെ കുടുംബട്ടാ, അതായത് അച്ഛൻ കുടുംബം മൊത്തം കോഴിക്കോടാണ്. അപ്പം നമുക്ക് കോഴിക്കോട് മതി അങ്ങനെയൊക്കെ പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഞാൻ ആര്യനോട് പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് കോഴിക്കോട് പറ്റാൻ്റെ അല്ല, പക്ഷെ എന്താ പറയുക നമ്മളെ എന്തൊരു ഹെൽപ്പ് ഞാൻ പറയട്ടെ. ഇപ്പം എനിക്ക് ആര്യക്കൊരു പനി വന്ന് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കൊരു പനി വന്ന് ഒരു 5 ദിവസം അല്ലെങ്കിൽ പനിച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓലെ കെയർ ചെയ്യേണ്ട സിറ്റുവേഷൻ, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ആര് കൂടെ നോക്കും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇപ്പോൾ ജോലിക്ക് കയറി സ്ഥിതിക്ക് എനിക്കിപ്പോൾ നമുക്കറിയാം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എത്ര ദിവസം ലീവ് കിട്ടും ഇതാക്കുന്നൊക്കെ. അപ്പൊ ഈ സമയത്തൊക്കെ ഞാനിപ്പോ തൃശ്ശൂർ 100 ചില്ല കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അമ്മേനെ അച്ഛനെ കൊണ്ടുവരാൻ എനിക്ക് പറ്റുമോ? വീട്ടിലിപ്പം അമ്മ അല്ല, എല്ലാവർക്കും കല്യാണം കഴിഞ്ഞുകൊണ്ട് അമ്മ ഉണ്ടാവില്ല. അമ്മയ്ക്ക് ഇപ്പൊ എൻ്റെ കാര്യത്തിൽ ഇപ്പൊ എന്താ പറയാ മാസങ്ങളോളം വന്നിട്ട് എൻ്റെ കൂടെ നിൽക്കാനൊന്നും അമ്മയ്ക്ക് ചിലപ്പോൾ പറ്റലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓരോ ഭാവം ചിന്തിക്കണം. അമ്മനെ നെഗറ്റീവായിട്ട് പറയില്ല കേട്ടോ. നാളെ ഇതിന്റെ താഴെ ഒരു കമന്റ് ആയിട്ട് അമ്മനെ നെഗറ്റീവ് പറയണ്ട. കാരണം അമ്മയ്ക്ക് അമ്മേന്റെ ജീവിതം ഉണ്ട്. അപ്പൊ അമ്മനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ വൈഫിന്റെ അമ്മയെ തന്നെ കൊണ്ടുവരണം. കാരണം ഇതിനു മുന്നേ അബോർഷൻ കേസ് വന്നിട്ട് നമ്മൾ മലപ്പുറത്തെ ഒരു ഹോസ്പിറ്റലിൽ കുറേ ദിവസം അഡ്മിറ്റ് ആയ സമയത്തും ആര്യനെ നോക്കാൻ ആര്യൻ്റെ അമ്മ തന്നെ വന്നിട്ടുള്ളത്. അപ്പം ഇതൊന്നും ഞാൻ ഒരാളും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ ടോപ്പാക്കാൻ വേണ്ടിയിട്ടോ പറയുന്നില്ല. കാരണം എൻ്റെ സിറ്റുവേഷൻ അറിയാണ്ട് കുറേ ആൾക്കാർ ഇപ്പോഴും കമന്റ് ഇടുന്നവരുണ്ട്. അവരടുത്ത് എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ. കാരണം ആര്യനെ എനിക്ക് നോക്കണം. കാരണം എൻ്റെ ജീവിതം എൻ്റെ ആര്യൻ്റെ കുട്ടിയാണ്. അത് ഇപ്പം എനിക്കിപ്പോൾ എത്ര ഒരു 10-30 വയസ്സിൻ്റെ അടുത്തായി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടി ഇപ്പം ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവൻ ജീവിക്കുമ്പോൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്തും അതേപോലെ തന്നെ നമ്മളെങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മളെ ചുറ്റുവട്ടം കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആര്യൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ഒരു കേസ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ അച്ഛനും അമ്മയും നോക്കുന്നത് ആര്യൻ്റെ ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ അതിൻ്റെ അപ്പുറം ഇന്നൊരു മോനെ പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. കാരണം എനിക്ക് ഞാൻ എൻ്റെ അച്ഛന് പകരം ഞാൻ വേറെ ആരെയും കാണാനില്ല സത്യം പറഞ്ഞാല്. കാരണം എനിക്ക് കാണാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. ഇപ്പോഴും എനിക്ക് പറ്റിയില്ല. പക്ഷെ എങ്കിലും എൻ്റെ അച്ഛന് തുല്യത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള ഒരാള് ആര്യൻ്റെ അച്ഛനാണ്. കാരണം ഞാൻ എന്താന്ന് അച്ഛനറിയാം. അതേപോലെ തന്നെ എൻ്റെ വിഷമങ്ങൾ എവിടെ ഫീൽ ആവുമെന്ന് അച്ഛനറിയാം. സ്വകാര്യമായിട്ട് വന്ന് എന്താ പ്രശ്നം, എന്താ വിഷമമുണ്ടോ, ഭക്ഷണം കഴിച്ചോ, ഒരു ദിവസം തന്നെ 2-3 വട്ടമെങ്കിലും വിളിക്കും. ഞാൻ ഇപ്പോൾ ട്രെയിനിങ് സമയത്താണെങ്കിലും അച്ഛനെ വിളിക്കും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നൊരു പുണ്യമാണ്. ആ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അച്ഛൻ അതേപോലെ തന്നെ അമ്മ. ഞാൻ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പുലർച്ചെ 5 മണിക്ക് എണീച്ചിട്ട് ഞാൻ റൂമിൽ പുറത്തിറങ്ങുമ്പോഴേക്കും എനിക്കുള്ള ഭക്ഷണമെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാക്കി തന്നിട്ട്
എന്നെ പുറത്തുനിന്ന് വിടുള്ളൂ, വീട്ടിൽ നിന്ന് വിടുള്ളൂ. അത് ഭക്ഷണം തന്നെന്നോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയെന്നല്ല, ഒരു സ്വന്തം മോനെ നോക്കേണ്ടത് എങ്ങനെയാണോ അതില് എന്നെ അച്ഛനും അമ്മയും നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, നമുക്ക് സിറ്റുവേഷൻ, ദൈവം നമുക്ക് ഒരു സിറ്റുവേഷൻ തരും. ഇപ്പൊ ദൈവം എൻ്റെ കൂടെ തന്നെയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഒരിക്കലും മരിക്കില്ല. എൻ്റെ അച്ഛൻ മരിച്ചത് കൊണ്ട് ദൈവം എന്താ പറയാ, എനിക്ക് അതിന് പകരം എൻ്റെ കൂടെ ഒരു അത്ര ഒരു അച്ഛനെയും അമ്മേനെയും പോലെ എനിക്ക് ഇവിടുത്തെ അച്ഛനും അമ്മേനും തന്നെ, അത്രയും ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഏതോ ഒരു കമന്റിലേ കണ്ട് അച്ഛനോട് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ ആ വീട് വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. എനിക്കിപ്പോൾ അച്ഛനോട് അത്രയും സ്നേഹമുണ്ട്, ഞാൻ ആ വീട്ടിൽ ജീവിക്കുക. ഇപ്പോൾ ആരും ഞാനും കുട്ടിയും മാത്രം ആ വീട്ടിൽ ജീവിക്കുക. ആ വീടിന്റെ ചുറ്റുവട്ടത്ത് എല്ലാവർക്കും അറിയില്ല, അടുത്തൊന്നും വീടില്ല. ഇപ്പൊ വീടുള്ളത് തന്നെ നമ്മൾ ആ സമയത്ത് വരെ എല്ലാവരും കാലിയാണ്. എല്ലാവരും ഇപ്പൊ എന്താ പറയാ, ഒരു ഏക്കറിന്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് ഒരു ഒറ്റപ്പെട്ടിട്ട് ജീവിക്കുമ്പോൾ ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത്? ഞാൻ ഇപ്പം ജീവിക്കുന്ന എൻ്റെ കുട്ടിക്കും ആയിരിക്കും വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പണിക്കൊക്കെ പോകുക? അപ്പോൾ ഒരു 3 ദിവസം ട്രെയിനിങ്, 4 ദിവസം ട്രെയിനിങ്ങോ, അല്ല ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോവുക, 2 ദിവസത്തെ വരില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ജീവിക്കുക? നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ വിട്ടുകൊടുത്തിട്ടല്ല, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ കൂടെ പിടിച്ചിട്ട് വേണം ജീവിക്കാം. ഒരു 10 റുപ്യ കൂടുതൽ കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ എന്തും ചെയ്യാന്നുള്ളൊരു ചുറ്റുവട്ടത്തെ പോകരുത്. എനിക്കിപ്പോൾ സാലറി കൂടുതലിട്ട് വെച്ചിട്ട് ഞാൻ പുറത്തോടെ പോയി വർക്ക് ചെയ്യാണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സേവിങ്സ് പറഞ്ഞത് എൻ്റെ വൈഫിൻ്റെ കുട്ടിയാണ്. അപ്പം ഞാൻ ഓരപ്പുറം നിൽക്കണ്ടേ? കഴിച്ച് ഞാനൊരൊറ്റ കാര്യോട് പറയാം. ഇപ്പോൾ അമ്മ ഇപ്പോൾ കല്യാണം കഴിച്ചില്ല വിചാരിക്കാം, ഞാനൊന്നും ഉണ്ടായിട്ട് പറയാം കേട്ടോ, അമ്മേനെ കരിവരി തേക്കാനോ അമ്മേനെ കുറ്റം പറയാനോ അല്ല ഞാൻ പറയാം. അമ്മ ഇപ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഞാൻ ആ വീട് വെക്കൂല. എന്താ ചിലപ്പോൾ എനിക്ക് വീട്ടില് എൻ്റെ വൈഫിൻ്റെ എൻ്റെ കുട്ടീൻ്റെ കൂടെ അമ്മ ഉണ്ടാവും. ഇപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ വെച്ചിട്ടാണ് ഇപ്പം ഞാനാണെങ്കിൽ പോലും എന്താ പറയുക, അപ്പം എനിക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ഞാൻ അമ്മയ്ക്ക് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് അത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അമ്മ നല്ലൊരു ജീവിതത്തിൽ പോവാണ്. അപ്പൊ ഞാനിപ്പോ എന്താ വെച്ചാൽ അമ്മേനെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ ഈ ഒരു വർത്താനം ഞാൻ അവിടെ പറയാൻ കാരണം എന്താ വെച്ചാല്, നാളെ എന്നോട് ആരും ഒരു കഥയും പറഞ്ഞു വരരുത്. എന്താ വെച്ചാല് അറിയാലോ, ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, എനിക്ക് വീട്ടിൽ അത്രയ്ക്കും ഒറ്റപ്പെടൽ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു എന്താ പറയുക ഇപ്പൊ സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, അപ്പൊ നമ്മൾ സ്വന്തം നാട് വിട്ടിട്ട് വേറെ നാട്ടിൽ പോയി ജീവിക്കാറുമ്പോൾ നമുക്ക് വിഷമമുള്ള കേസാ. വീട് വിറ്റത് ഓക്കെ, വീട് വിറ്റത് എന്താ വെച്ചാൽ എന്നാലും ഒരു പാർട്ടീഷൻ വേണം. ആ പാർട്ടീഷൻ ഇപ്പൊ ഇന്ന് ചെയ്യാണ്ട് അപ്പൊ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെന്നതിനൊക്കെ നല്ലത് ഇന്നെല്ലാം ക്ലിയർ ചെയ്യുക. ഇപ്പോൾ എന്താ പറയുക, ഇപ്പൊ എനിക്ക് 3-ാം മാസം എൻ്റെ കുട്ടീനെ കയറ്റി കൊണ്ടുപോകാൻ ഒരു വീടില്ല. ഓക്കെ, അത് ഞാൻ ഉണ്ടാക്കുക. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് കിട്ടിയ ഒരു എമൗണ്ടിന്റെ പകുതിയോളം ഞാൻ സ്ഥലത്തിന് തന്നെ കൊടുക്കുന്നുണ്ട്. എങ്ങനെ പോയാലും കുറച്ച് നല്ല ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വീട് ഉണ്ടാക്കാൻ തന്നെ വേണം. അത് ഞാൻ ഓൾറെഡി ലോണും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാണ്. അപ്പം ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു എമൗണ്ട് ഇപ്പൊ ചേച്ചീൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ ഓളിപ്പോൾ എന്താ പറയാ, ഓലിപ്പോൾ എന്തായാലും ഫ്യൂച്ചറിലേക്ക് ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഓൾക്ക് ഫണ്ട് ഉപയോഗിക്കല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറയ്ക്കോ ഒന്നിനും പോകുന്നില്ല. നമ്മളെ ജീവിതം എങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നമ്മൾ നോക്കുന്നുള്ളൂ. പിന്നെ ആ വീട് വിറ്റാലേ എനിക്ക് സങ്കടം ഉണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടാ, ആ വീട്ടില് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എങ്ങനെയാ ജീവിച്ചത് അതേപോലെ ജീവിച്ചിട്ടുള്ള ഞാൻ. കാരണം അങ്ങനെ പറയല്ല കേട്ടോ. അപ്പോൾ ചേച്ചി +2 കഴിഞ്ഞ ശേഷം എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് അതിനുശേഷം ഡോക്ടറാകാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ പഠിച്ച സമയത്തും ഒക്കെ ഹോസ്റ്റലിൽ നിന്നാണ് ആളാണ്. ഞാൻ +2 കഴിഞ്ഞ ശേഷം എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ എഞ്ചിനീയറിങ്ങിന് അതിനൊക്കെ പോയ സമയത്ത് എനിക്ക് പോകണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പോടുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞുതരും. കാരണം ഞാൻ അമ്മേനെ ഒറ്റയ്ക്കാക്കി പോകാനുള്ളൊരു മടിയും ഒക്കെ കൊണ്ടായി ഞാൻ ആ വീട്ടിൽ നിന്നായി. ഞാൻ വീട്ടിൽ നിന്നിട്ട് തന്നെ എൻ്റെ പഠിച്ചതും എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടായത്. ഈ വീട്ടിൽ നിന്നിട്ട് ഞാൻ ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി നിന്നിട്ട് ഇന്ന് ഞാൻ ആ വീട് വിട്ട് പോകണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആരുമില്ലായിട്ട് തന്നെയാണ് ഞാൻ പോയത്. അതിപ്പോൾ ഇപ്പം എന്താ പറയുക, ഞാൻ ആരും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കരിവരി തേക്കാൻ വേണ്ടിയിട്ടോ അല്ല. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ ഓൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ. ഇപ്പം ഞാൻ ആര്യനെയും കുട്ടീനെയും കൊണ്ട് ഈ വീട്ടിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് നരകിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് വിളിച്ചാൽ നമുക്കൊരു അത്യാവശ്യത്തിന് എത്താൻ ഒരു 2 ആളെങ്കിലും ഉള്ള അടുത്തേക്ക്. ഇപ്പം ഞാനിപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ സ്ഥലം എടുക്കാൻ തന്നെ കാരണം വിളിച്ചാൽ എനിക്ക് അത്യാവശ്യത്തിന്
എന്താ പറയുക, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സൂര്യാണെങ്കിലും വിനീഷേട്ടനാണെങ്കിലും എനിക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ ആരിക്ക പോഷൻ്റെ ഒരു കേസ് വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കഥയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് വേണ്ട, എനിക്ക് ആരും കരിവരുത്തി അയക്കണ്ട. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ, എനിക്ക് വന്നിട്ടുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ സഹകരിച്ച ആൾക്കാരെയും എല്ലാവരും നമ്മളെ കണ്ണിൽ നമ്മളെ നെഞ്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഇല്ലെങ്കിലും എൻ്റെ ഫാമിലി എവിടെ സേഫ് ആവുമോ അവിടെ ഞാൻ ജീവിക്കും. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതാർക്ക് വേണ്ടിയിട്ടല്ല. എന്നോട് ഇന്ന് വരെ ഇപ്പം ഒരു 4-5 ദിവസം മുന്നേയും ആര്യനോട് പറഞ്ഞതെന്താ വെച്ചാൽ, ആദർശേട്ടൻ നമുക്ക് കോഴിക്കോട് മതിയെന്ന് എന്നോട് ഇങ്ങനെ കുറെ കഥ പറയും. ഓക്ക് കോഴിക്കോട് എന്താ പറയുക, അപ്പോൾ എൻ്റെ സ്ഥലം കോഴിക്കോട് മാത്രമല്ല, അവിടെ കോഴിക്കോട് എന്താ പറയുക, നമുക്ക് അത്രയും അറ്റാച്ച്ഡ് ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഞാനില്ലാത്ത വർഷം എൻ്റെ ഫാമിലി സേഫ് ആവണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ആര്യ വിളിച്ചാൽ അത്യാവശ്യം നമുക്കൊരു ആവശ്യത്തിന് എത്തുന്ന ആൾക്കാർ വേണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള കണ്ട സ്ഥലം തൃശ്ശൂർ തന്നെയാണ്. അതിൽ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, തൃശ്ശൂർ എരുമപ്പെട്ടിയാണ് നമ്മളെ സ്ഥലം കണ്ടതും ഓക്കെ എടുത്തിട്ടേ ഉള്ളൂ. പണി കാര്യങ്ങളൊക്കെ നടക്കണം, കാരണം ലോണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവാണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അപ്ഡേഷനും, അതായത് പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻ ഞാൻ എൻ്റെ ഈ ചാനൽ കൂടെ എന്തായാലും മുന്നോട്ട് വിടും. നെഗറ്റീവ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ നെഗറ്റീവ് ഇല്ല. കാരണം ഞാൻ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരപ്പുറം നിൽക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോ വെക്കുന്നതും നല്ലൊരു കാര്യമാണ്. അത് പോസിറ്റീവായിട്ട് തന്നെ, എല്ലാം മുന്നോട്ട് പോസിറ്റീവായിട്ട് തന്നെ പോട്ടെ. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും ഞാൻ വരില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്, എന്തെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്ത് കാര്യത്തിലും നിങ്ങൾ ചോദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മടിയില്ല പറയും. കാരണം ഞാൻ ആരടുത്തും ഒന്നും ഒളിപ്പിക്കാൻ വെക്കുന്നില്ല. ഇപ്പോൾ ഇതൊരാൾ കമൻറ്റ് ഇട്ട് ചേച്ചീൻ്റെ അടുത്ത് പോകുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ജോലി കയറിയിട്ട് കുറച്ചായി മീൻസ് കുറച്ചായി. ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ഏത് സ്ഥാപനത്തിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ് മാസത്തിൽ ലീവ് ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ ഞാൻ എങ്ങനെ പോകാനാണ്? പിന്നെ ഒരൊറ്റ കാര്യം കൂടി, ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് വരാനുള്ളൊരു കാരണം, ഞാൻ ഒറ്റപ്പെട്ട് അങ്ങനെ കുറേ വിഷമങ്ങൾ വന്നുകൊണ്ടാണ്. സംഭവം ശരി. അതിലിപ്പോൾ ഒറ്റപ്പെട്ട് മീൻസ് ഇപ്പോൾ അമ്മ അവിടെ കോഴിക്കോട് ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക, ഇപ്പം ഞാൻ ഒരിക്കലും ആ വീട് വെക്കേണ്ടി വരില്ലേനും. അമ്മയും ഞാനും ആരും കുട്ടിയും കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് അവിടെ ഹാപ്പി ആയിട്ട് ഉണ്ടാവുകയും, എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ നമുക്ക് നിരത്തി പോകാൻ പറ്റും. ഇതൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ കുറ്റം പറയില്ല കേട്ടോ. ഇനിയിപ്പം ഫ്യൂച്ചറിൽ ഇപ്പം അമ്മയ്ക്ക് ഒരു വിഷമം വന്ന് അമ്മൻ്റെ കൂടെ ഹാപ്പി ആയിട്ടാണ് അമ്മനെയും പൊന്നു പോലെ നോക്കും. ആ കാര്യത്തിലൊന്നും ഒരു ഇതില്ല. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് ഒരു വിഷമം എന്തെങ്കിലും വന്നാൽ അമ്മ എൻ്റെ ഒപ്പം പോരും, ഒരു കുഴപ്പമില്ല. അപ്പം എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ആരോടും ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജീവിച്ചു പോവുക. ഇപ്പം അമ്മയ്ക്ക് ഒരു വിഷമം വന്ന് അമ്മൻ്റെ കൂടെ വരികയാണ്, അതായത് ഒരു 10 ദിവസത്തേക്ക് വരികയാണ്, അല്ല സന്തോഷത്തോടെ വരികയാണ്. ഞാനിപ്പോൾ എനിക്കിപ്പോൾ റീനമ്മയാണെങ്കിലും ഉഷമ്മ മീൻസ് എൻ്റെ വൈഫിൻ്റെ അമ്മയാണ്. എനിക്ക് രണ്ടുപേരും സെയിമാണ്. അതായത് എന്നെ പ്രസവിച്ച വയറ് റീനമ്മയാണ്, എന്നെ ഇപ്പം നോക്കുന്നത് ഉഷമ്മയാണെന്ന് വെച്ചിട്ട് എനിക്ക് രണ്ടുപേരും രണ്ട് തരംതിരിക്കലൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടുപേരും ഇരിക്കില്ല. എനിക്കിപ്പോൾ കോഴിക്കോട് എനിക്ക് അച്ഛനില്ല, എനിക്ക് കോഴിക്കോടത്തെ അച്ഛനും വൈഫിൻ്റെ അച്ഛനും ഒക്കെ പാടെ എനിക്കിപ്പോൾ ഇവിടുത്തെ അച്ഛനുള്ളൂ. അച്ഛനെ ഞാൻ അങ്ങനെ തന്നെ നോക്കുന്നത്. കാരണം എൻ്റെ എല്ലാ എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കിലും ഒക്കെ അച്ഛനറിയാം. അപ്പം അച്ഛനുമായിട്ട് അമ്മയ്ക്കറിയാം. പക്ഷേ എല്ലാവരും ഒരു ഹാപ്പി ലൈഫ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹാപ്പി ലൈഫാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലെ സഹിക്കുക. കാരണം ഇതിലും എനിക്ക് കുറേ പറയാണ്ട്. പക്ഷെ എന്താ പറയുക, എനിക്ക് പറഞ്ഞിട്ട് ഒരാളെ കൊല്ലാനുള്ള താല്പര്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകണം. ഇപ്പം കറൻ്റ് ഇപ്പം അമ്മയ്ക്ക് അമ്മേൻ്റെ ലൈഫുണ്ട്, ചേച്ചി ലൈഫുണ്ട്, എനിക്കിൻ്റെ ലൈഫുണ്ട്. ഞാൻ ഇപ്പോൾ സ്ഥലം എടുത്തത് തന്നെ 15 ലക്ഷം റുപ്യേൻ്റെ അടുത്തതിൻ്റെ. എനിക്ക് അതിലേക്ക് ഇനി ഒരു വീട് വെക്കുക പറഞ്ഞാൽ തന്നെ നല്ല കടമുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മൾ ആ വീടൊന്ന് കയറ്റി പൊക്കി എൻ്റെ കുട്ടിക്ക് ഒരു വയസ്സാകുമ്പോഴേക്കും ആ വീടൊന്ന് ആക്കി ഓന് ഒരു നല്ലൊരു ജീവിതം കൊടുക്കുക എന്നുള്ളൊരു ചിന്തേൻ്റെ മുകളിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാവരും നമ്മളോട് സ്നേഹത്തോടുകൂടി നിൽക്കുക. അപ്പം നെഗറ്റീവ് കമൻ്റ് ഇടാനായിട്ട് നിങ്ങൾ വരില്ലേ? കാരണം എനിക്ക് ഞാൻ ആര്യനോട് എപ്പോഴും പറയുന്നൊരു കേസാണ്,
എൻ്റെ ലൈഫ് യൂട്യൂബിലുള്ള കുറേ ആൾക്കാരെ സ്നേഹിക്കുന്നത്. കാരണം നമ്മളെ കൂടപ്പിറപ്പോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ബന്ധുക്കളോ അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനോ അമ്മയോ ഇതേപോലെ തന്നെ ഞാൻ സെയിം പ്ലേസ് കൊടുക്കുന്നൊരു പ്ലാറ്റ്ഫോം മീൻസ് ഒരു ഏരിയ ആണ് യൂട്യൂബിലുള്ള ആൾക്കാർ. കാരണം എവിടെ നിന്ന് കണ്ടാലും നമ്മളോട് സ്നേഹത്തോടുകൂടി വന്ന് സംസാരിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇത്രയൊക്കെ തന്നെ ഒരാളോ എല്ലാവരും നമ്മളെ കൂടെ വെക്കുക. എൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾ എന്താ പറയുക പൊറുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോ. കാരണം വേറെ ആർക്കും മെസ്സേജ് അയച്ചിട്ട് ഇനി ഓലെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പോകണ്ട. കാരണം ആർക്ക് എളുപ്പത്തിലേറെ പണിയുണ്ട് കുട്ടീനെ നോക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ അമ്മ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അത്രയ്ക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ആ വീട്ടിലുള്ള ഒരു സ്ഥാനം നിങ്ങൾ ഓരോ കമൻറ്റിലൂടെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിക്ക് ആക്കരുത്. കാരണം എനിക്ക് ആ വീട്ടിൽ എന്താ പറയുക ഇപ്പം എൻ്റെ വീട് പോലെ തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ നിന്ന് അതേ പ്ലേസിൽ തന്നെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പം എനിക്കത് ഇപ്പോൾ ഒരു പുതിയ ഞാനൊരു വീട് ഉണ്ടാക്കി പോയി അവിടെ ജീവിതം തുടങ്ങിയാലും എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം അതേപോലെ തന്നെ വേണം. കാരണം എൻ്റെ ഒരു മോനെ പോലെ നോക്കുന്ന ആൾക്കാർ. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അച്ഛനോ അമ്മയ്ക്കോ ആരിക്കോ കുട്ടിക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ റീനമ്മയ്ക്കാണെങ്കിലും ഇപ്പോൾ പൂവിനാണെങ്കിലും സൂര്യക്കാണെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിക്ക് നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹിച്ച് നിൽക്കുക. എനിക്ക് എത്ര പറയാനുള്ളൂ. ഓക്കെ.